അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം, ഹാഫ് ഇയർ ആനിവേഴ്സറി. വളരെ പെട്ടെന്നാണ് എൻ്റെ ഈ 6 മാസം കടന്നുപോയത്. അപ്പോൾ ഗൈസ്, അച്ഛനൊന്ന് മുട്ടുകുത്താവോ ചോദിച്ചു. ഞാനൊന്ന് മുട്ടുകുത്തി. അപ്പതേ കയറുന്നു കഴുത്തിലൂടെ ഒരു മിന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. റിയാലിറ്റിയിലൂടെ ഞാനൊന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ഞാനൊരു ഭാര്യയായി. അതൊക്കെ പോട്ടെ. എൻ്റെ ഒരു 21ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: എപ്പോഴാണ് കല്യാണം? അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ കൊടുത്തത് എൻ്റെ 27ാമത്തെ വയസ്സിൽ. സീരിയസ്ലി, എൻ്റെ കല്യാണം ഞാൻ ഭയങ്കര ആലോചിച്ചെടുത്ത ഡിസിഷനാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് 2 പീപ്പിൾസ്, ഇറ്റ്സ് അബൌട്ട് ഫാമിലി. ആ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ബോധ്യം ഉണ്ടായത് എൻ്റെ പാരൻസിന് തന്നെയാണ്. കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് തീർത്തു വിടേണ്ട ഒരു ബാധ്യതയാണ്, പെട്ടെന്ന് കെട്ടിച്ചു വിടാം എന്നൊരു ഡിസിഷൻ അവർ ഒരു കാര്യത്തിലും എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. സ്വന്തമായ ഏർണിങ്സ് ഉണ്ടായതിനു ശേഷം മാത്രം കല്യാണം കഴിച്ചാൽ മതിയെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയാണ്. അത് പറയുക മാത്രമല്ല, അതിനുള്ള ടൈമും അവർ എനിക്ക്. ആൻഡ് ഓൾസോ ദേ റെസ്പെക്ട് മൈ ഡിസിഷൻസ്. അത് പാർട്ട്ണറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ കെട്ടാൻ പോകുന്ന ആളെ പറ്റി എനിക്കും എന്നെ പറ്റിയ ആൾക്കും നന്നായിട്ട് അറിയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം. ഒരുപക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒരു നോ വന്നിരുന്നെങ്കിൽ ഒന്നും ഇതുപോലെ ഇത്രയും ഹാപ്പി ആവില്ലായിരുന്നു. ആഫ്റ്റർ മാരേജ് ഞാനിപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസൺ എൻ്റെ അപ്പനും അമ്മയും കൂടെ. സോ ഡിയർ പാരൻസ്, നിങ്ങളുടെ മക്കളുടെ കല്യാണ കാര്യത്തിൽ നിങ്ങളും അവരും ചേർന്നെടുക്കുന്ന ഡിസിഷൻസ് അതായിരിക്കും അവരെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ സന്തോഷമാക്കി. ആ ഡിസിഷൻസ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രമാവരുത്, അവർക്ക് കൂടെ വേണ്ടി ആവണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.